തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കിഷനോ, എന്താ മോനെ? ഒന്നുമില്ല ആന്റി. അഖില സേഫായിട്ട് തിരിച്ചെത്തിയെന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വിദ്യാമ്മ പറഞ്ഞു. എങ്കില് ആളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോവാലോ എന്ന് കരുതി. മൂകാംബിക ദേവി രക്ഷിച്ചു മോനെ. എന്തായാലും അവളൊരു കുഴപ്പം കൂടാതെ തിരിച്ചെത്തിയല്ലോ. ആഹാ, ഇതാര്? കിഷനോ? എന്റെ വക ഒരു സന്തോഷം. അല്പം മധുര. ഇയാളെന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയല്ലോ. താങ്ക്സ്. ആ ദുഷ്ടൻ എന്നെ ഇപ്പോഴൊന്നും വിടില്ലെന്നാ ഞാൻ കരുതിയത്. 2 ദിവസം കഴിഞ്ഞ് എക്സാമാ. ഇപ്പൊ തന്നെ എനിക്ക് ഒരു വക പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ പരീക്ഷ എഴുതാൻ പോകുമ്പോ അവൻ വഴിയിൽ വെച്ചെന്തെങ്കിലും അന്യായമോ അക്രമോ കാണിക്കുമെന്നാ ഇവളുടെ ആധി. ശരിക്കും എനിക്ക് പേടിയാ കിഷ. അയാളാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല. അഖില പേടിക്കണ്ട. എക്സാം എഴുതാൻ തനിച്ച് പോവുകയും വേണ്ട. ആന്റി, അഖിലയെ ഞാൻ എക്സാമിന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. എക്സാം കഴിയുന്നവരെ ഞാൻ അവിടെ കാവലി നിൽക്കാം. തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. അങ്ങനെയാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? ഇല്ല ആന്റി, ഇനി അയാളെ പേടിച്ച് അഖില എക്സാം എഴുതാതിരിക്കുക ഒന്നും വേണ്ട. ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഒരു സമാധാനമുണ്ട്. നിങ്ങൾ സംസാരിക്കേ, ഞാൻ മോന് കുടിക്കാൻ കാപ്പി എടുക്കാം. എടോ, തന്റെ അമ്മ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനും. അമ്മയ്ക്കിപ്പോ ആ ഗഗന്റെ കാര്യം ഓർത്ത് ഭയങ്കര പേടിയാ. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും വിനോദിനും ഒക്കെ ഭയവാ. ഏത് സമയത്താ ഇനിയും കയറി വരുന്നതെന്ന് അറിയില്ലല്ലോ. തറവാട്ടമ്മ അയാളുടെ കടം തീർക്കാന്ന് പറഞ്ഞല്ലോ. ആ ഇടപാട് തീർത്തു കഴിഞ്ഞാ അയാള് എന്ത് പറഞ്ഞ് പിന്നെ ശല്യം ചെയ്യാൻ വരുമെന്ന് നമുക്കൊന്ന് കാണണം. ശ്രീകല മേഡം ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഈ വീട്ടിലൊരു മോഷണം നടന്നു ശ്രീകല മേഡം വിളിച്ചു പറഞ്ഞു. അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. മോഷണോ? ഇവിടെ? അതെ, ശ്രീകല മേഡം വിളിച്ച് പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. മേഡം എവിടെ? മാഡം എത്തിയോ? ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ശ്രീകലേ, ഇവിടെ എന്താ മോഷണം നടന്നേ? എന്നിട്ടെന്താ എന്നോട് പറയാത്തെ? അമ്മ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുകയല്ലായിരുന്നോ? ഞാനും അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാകുമ്പോഴാ മോഷണം നടന്ന കാര്യം അറിയുന്നത്. മോഷണം പോയത് ഗോൾഡ് ആണല്ലേ? അതെ മാഡം. 5 പവന്റെ മാല എനിക്ക് നഷ്ടപ്പെട്ടത്.